പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ദിയ കൃഷ്ണകുമാറിൻ്റെ പ്രസവമാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ശ്വേതാ മേനോനും ഇതുപോലെ ഒരു പ്രസവം ലൈവായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ശ്വേതാ മേനോന് കിട്ടാത്ത അത്രയും സപ്പോർട്ടാണ് ഇപ്പോൾ ദിയ കൃഷ്ണകുമാറിനും അവരുടെ ഫാമിലിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം കാലം അത്രമേൽ മാറിക്കഴിഞ്ഞു. 10-13 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ആളുകളുടെ ചിന്താഗതിക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മോനും ശ്വേതാ മേനോൻ്റെ മോളും ഒരേ പ്രായക്കാരാണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടാളുടെയും പ്രസവം ഒരേ സമയത്തായിരുന്നു. 2012 ജൂൺ 2-നാണ് ഞാനെൻ്റെ മോനെ പ്രസവിക്കുന്നത്. ശ്വേതാ മേനോൻ്റെ മകളുടെ പ്രസവം എപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നത്. ആ ഒരു സമയം ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായവും ഞാൻ എന്നെ കാണാൻ വരുന്നവരോടൊക്കെ പറയുമായിരുന്നു. എന്താ ഇപ്പം കാലം പോയ പോക്ക്, ഇങ്ങനെ പ്രസവിക്കുന്നത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ട് വേണോ ഇപ്പോൾ മക്കളൊക്കെ അമ്മമാർ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ഉമ്മ എന്നൊരു സത്യത്തെ അല്ലെങ്കിൽ അമ്മ എന്നൊരു ത്യാഗത്തെ സമൂഹം മക്കൾ ഒക്കെ ഉൾക്കൊള്ളാൻ ഇങ്ങനെ പ്രസവം നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണോ എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും എൻ്റെ അഭിപ്രായം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ദിയയ്ക്ക് അന്നത്തെ പോലെ, ശ്വേതയ്ക്ക് അന്ന് വിമർശനങ്ങൾ കിട്ടിയതുപോലെ ഇന്ന് ദിയയ്ക്ക് വിമർശനങ്ങൾ കിട്ടുന്നില്ല. എല്ലാവരും ഒരേ ശബ്ദത്തിൽ ദിയ കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു പേളിയൊക്കെ ഇനി അടുത്ത പ്രസവം ഇതുപോലെ ലൈവായി കാണിക്കുമായിരിക്കുമെന്ന്. പേളിക്കൊക്കെ ഇതൊരു പ്രചോദനമാകുമായിരിക്കുമെന്ന്. ഇനിയിപ്പോൾ യൂട്യൂബിൽ അടുത്ത ട്രെൻഡിങ് അതായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഇത്രയും കാലം എന്താണ് വള അങ്ങനെ എന്തെല്ലാം, എനിക്ക് ആ മാമൂലിയുടെ പേര് കിട്ടുന്നില്ല. ഒരുപാട് മാമൂലികൾ അങ്ങോട്ട് കുറച്ച് കാലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. വയറ് കാണാൻ വരുന്ന ചടങ്ങൊക്കെ പണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം അതുക്കും മേലെയാണ്. പ്രഗ്നൻ്റ് ആണെന്നറിയുന്നത് മുതൽ ഏനാന്തം കൊണ്ട് വയ്യ യൂട്യൂബേഴ്സിന്. വല്ലാത്ത ജാതി ഏനാന്താണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നാട്ടിൽ വേറെ ആരും പ്രസവിക്കാത്ത പോലത്തെ ഏനാന്തമാണ് ഓരോ യൂട്യൂബർ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഓരോ യൂട്യൂബറും കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഇവർ പ്രഗ്നൻ്റ് ആയതാണോ, ഇനി ആ കുട്ടിയോട് ഇവർ സ്നേഹം കാണിക്കുക, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കുറച്ച് കാലം അങ്ങനെ ഒരു ട്രെൻഡ് നിലനിന്നു. ഇപ്പോഴും ആ ട്രെൻഡിനൊരു കുറവുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് നമ്മുടെ കേരളത്തിൽ വൈറലായിട്ടുള്ളൊരു പ്രസവം. ഇനി അതെല്ലാവരും ഏറ്റുപിടിക്കുമായിരിക്കും. എല്ലാവരും അതിനു വേണ്ടി മാത്രം മെനക്കെടുമായിരിക്കും എന്നല്ല, മെനക്കെടും. അതൊരു സത്യമായ കാര്യമാണ്. പിന്നെ ഞാൻ ദിയയുടെ പ്രസവത്തിൻ്റെ കാര്യം എനിക്ക് പരിചയമുള്ള കുറച്ച് സീനിയറായിട്ടുള്ള സ്ത്രീകളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോൾ എല്ലാ ഏജിലുള്ള ആൾക്കാരുടെ കയ്യിലും ഫോണുണ്ടല്ലോ. മിക്ക ആൾക്കാരും യൂട്യൂബൊക്കെ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദിയ കൃഷ്ണകുമാറിനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയാം. കൃഷ്ണകുമാർ സിനിമാ നടൻ്റെ മകളല്ലേ. അവരുടെ പ്രസവം ഇങ്ങനെ യൂട്യൂബിൽ ലൈവായി കാണിച്ചിരുന്നു. യൂട്യൂബിൽ എപ്പോഴും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പം കാലം പോയ പോക്ക്, പ്രസവിക്കുന്നതൊക്കെ ഇങ്ങനെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക, അതിനൊക്കെ ഒരു മാന്യതയില്ലേ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുട്ടീനെ ഉണ്ടാക്കുന്നതാവും കാണിക്കുക, ഇപ്പം പ്രസവിക്കുക. അപ്പം അവർ പറഞ്ഞു, കുട്ടീനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ബെഡ്റൂമിൽ എന്താ നടക്കുന്നത് അതും കൂടി ചിലപ്പം കാണിക്കും. കാരണം മക്കളിതൊക്കെ കണ്ടിട്ടാണ് വളരേണ്ടതെന്ന് പറഞ്ഞ് ഇനി മിക്കവാറും അതും കാണിക്കുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പം അവസ്ഥ, നമ്മുടെയൊക്കെ പ്രസവത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു. സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കുക, നേഴ്സ് ചീത്ത പറയുക, ഭർത്താവിനോ പ്രിയപ്പെട്ടവർക്കൊന്നും ലേബർ റൂമിലേക്ക് കയറാൻ പറ്റില്ല, പൈസക്കാർക്ക് പിന്നെ എന്തോ ആവല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, അല്ല മോളെ, പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, വീടുകളിൽ നിന്ന് പ്രസവമുള്ള കാലത്തെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ? വീടുകളിൽ നിന്ന് പ്രസവം എടുക്കുന്ന സമയത്ത് അന്നും ഭർത്താവിനും
അമ്മയ്ക്കും പിന്നെ വീട്ടിലെ മറ്റ് ഏട്ടത്തിയമ്മ അല്ലെങ്കിൽ മൂത്തച്ചിമാർ അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ റൂമിലേക്ക് അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന ഒരു വയറ്റാട്ടി പ്രസവം എടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലാനുള്ളൊരു അനുമതിയുണ്ട്. അവരത് നിഷേധിക്കാറൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇത് പണ്ടേ ഉള്ള കാര്യം തന്നെയാണല്ലോ. ഇപ്പോൾ ഇന്നിപ്പോൾ അത് ചർച്ചയാക്കുന്നത് ഒരു പക്ഷേ ഇന്നിപ്പോൾ വീടുകളിലുള്ള പ്രസവമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അതിലൊരു കൂട്ടത്തിലൊരു അമ്മയും ഒരു ഉമ്മയൊക്കെ പറഞ്ഞു, അവരുടെയൊക്കെ പ്രസവ വേദന വരുമ്പോൾ അവരുടെയൊക്കെ ഭർത്താക്കന്മാർ അവരുടെ തലക്കുമ്പുറത്തിരുന്നിട്ട് മൂർത്താവിൽ തടവി കൊടുക്കുകയും ഉമ്മ വയ്ക്കുകയും പിന്നെ അമ്മയ്ക്കും ജ്യേഷ്ഠത്തിമാർക്കൊക്കെ റൂമിൽ പ്രസവം എടുക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് വേദന തട്ടി നിലവിളിക്കുമ്പോൾ സമാധാനിപ്പിക്കാനൊക്കെയുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് ആ കൂട്ടത്തിലെ സ്ത്രീകൾ തന്നെ അവരുടെ പ്രസവത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. എനിക്ക് ശരിക്കും ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം വീടുകളിലെ പ്രസവത്തെ നമ്മളെപ്പോഴും വിമർശിക്കാറുണ്ട്. അത് ശരിക്കും ഹോസ്പിറ്റലിലുള്ള ഇന്നിപ്പോൾ ഹോസ്പിറ്റൽ സൗകര്യമുള്ള സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കുന്നത് തന്നെയാണ് 100% കുട്ടിയുടെയും അമ്മയുടെയും സുരക്ഷയ്ക്ക് നല്ലത്. എന്നാൽ പോലും പണ്ട് വീടുകളിലെ പ്രസവത്തിന് ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദിയയുടെ പ്രസവത്തിന് ശേഷമാണ്. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. പിന്നെ ദിയയുടെ ഭർത്താവിനെ അവിടെ ലേബർ റൂമിൽ നമ്മൾ കണ്ടു. പിന്നെ ഈ എൻ്റെ അടുത്തുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞത് പ്രകാരം അവരുടെയും ഭർത്താക്കന്മാർ അവരുടെ പ്രസവ സമയത്ത് വീടുകളിൽ തന്നെയാണെങ്കിലും അവരുടെ അടുത്ത് നിന്ന് അവരെ പരിചരിച്ചിരുന്നു. അത് അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞു. അങ്ങനെ വരുമ്പം ഭാര്യയോടുള്ള സ്നേഹം മാത്രമല്ല ആൺമക്കൾക്ക് കൂടുന്നത്, ആ ഒരു സമയം അവരെ പ്രസവിച്ച അമ്മയോടുള്ള ഒരു സ്നേഹം കൂടെ ആൺമക്കൾക്ക് അവിടെ വരുന്നുണ്ട് എന്നും കൂടെ എന്നൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലം പെൺമക്കൾക്ക് എന്നത്തെ കാലവും പെൺമക്കൾക്ക് ഉമ്മമാരോടും ഉപ്പമാരോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. പക്ഷെ ആൺമക്കളുടെ ലൈഫിലേക്ക് വേറൊരു സ്ത്രീ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു വൈഫിൻ്റെ സാന്നിധ്യം എത്തുമ്പോഴേക്കും അവർക്ക് അവരുടെ അച്ഛൻ അമ്മ എന്നൊക്കെയുള്ളത് അധികപ്പറ്റായിരിക്കും. അതുകൊണ്ട് ദിയയുടെ ഒരു തീരുമാനം ഒരു പക്ഷേ അല്ലെങ്കിൽ ആൺമക്കൾക്ക് അമ്മമാരോടുള്ളൊരു സ്നേഹം അധികമാവുന്നതിന് അതൊരു കാരണം തന്നെയാണ്. പെൺമക്കൾക്ക് ഓൾറെഡി പ്രസവവേദന വരുമ്പോൾ ഉമ്മമാരോടും അമ്മമാരോടൊക്കെ കുറച്ച് സ്നേഹം കൂടും. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ നേരത്തെ ആൺമക്കളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. ഭൂരിഭാഗവും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു ഫാമിലി ഗ്രൂപ്പിലേക്കോ മറ്റോ അയച്ചു കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും എപ്പോഴും ഒരിക്കൽ കൂടെ നന്മ വിഷ് ചെയ്യുന്നു. താങ്ക് യു.